നേരെ പോകുന്നത് കൊച്ചിയിലേക്കാണ്. എം കെ ഷുക്കൂർ ചേരുന്നുണ്ട്. ഷുക്കൂർ, വലിയ പ്രതീക്ഷയിലാണ് മൂന്ന് വിഭാഗം ആളുകളും, കെ സി വേണുഗോപാൽ പക്ഷവും വി ഡി സതീശൻ പക്ഷവും രമേശ് ചെന്നിത്തല പക്ഷവും. പക്ഷേ മൂന്നാമതൊരാൾക്ക് ഒരു സാധ്യത, അങ്ങനെ ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ടോ? അല്ലെങ്കിൽ രണ്ട് ടേമിലേക്ക് മുഖ്യമന്ത്രി പ്രഖ്യാപനങ്ങൾ വരുമോ? അത്തരത്തിലുള്ള ചർച്ചകളൊക്കെ എങ്ങനെയാണ് അണികൾക്കിടയിൽ? വിനിഷ, ഈ ഡൽഹി ചർച്ചകളെയും കേരളത്തിൽ നടക്കുന്ന പലതരം നീക്കങ്ങളെയും ഒക്കെ ഒന്ന് സംഗ്രഹിച്ച് പറയുകയാണെങ്കിൽ, കെ സി വേണുഗോപാൽ അല്ല ഹൈക്കമാൻഡിൻ്റെ ഓപ്ഷനെങ്കിൽ ഉറപ്പായും അത് വി ഡി സതീശനായിരിക്കുമെന്നുള്ളതാണ്. രമേശ് ചെന്നിത്തല എന്നുള്ളത് നിലവിൽ ഒരു വിദൂര സാധ്യതയായി പോലും ഹൈക്കമാൻഡിന് മുന്നിൽ ഇല്ല എന്നുള്ളതാണ് ഇത്തരം ചർച്ചകളുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളിൽ നിന്ന് അറിയാൻ കഴിയുന്നത്. ഇന്ന് പ്രധാനപ്പെട്ട ഏതെങ്കിലും കെ സി ഗ്രൂപ്പ് മാനേജർമാരുമായി കെ സി വേണുഗോപാൽ വ്യക്തിപരമായി ബന്ധപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് അല്പം മുമ്പ് ഞാൻ സ്ഥിരീകരിച്ച ഒരു കാര്യം. പ്രധാനപ്പെട്ട കെ സി വേണുഗോപാൽ ഗ്രൂപ്പ് നേതാക്കളുമായിട്ടൊന്നും അദ്ദേഹം ഇന്ന് ബന്ധപ്പെട്ടിട്ടില്ല. അതിൻ്റെ ഒരു സൂചന കെ സി വേണുഗോപാൽ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ അത്രയും ആത്മവിശ്വാസത്തിലല്ല ഇന്നുള്ളത് എന്നുള്ളതാണ്. പക്ഷെ അപ്പോഴും നമുക്കറിയില്ല, അദ്ദേഹം AICC ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹം അറിയാതെ AICC ഓഫീസിലോ രാഹുൽ ഗാന്ധിയുടെ ഓഫീസിലോ ഒന്നും ചലിക്കുക സാധ്യമല്ല. അദ്ദേഹത്തിന് അത്രയ്ക്കും സ്വാധീനവും ശക്തിയുമുള്ള ഒരു വ്യക്തിയാണ്. കോൺഗ്രസിൽ അദ്ദേഹത്തിൻ്റെ ഏത് സമയത്തുമുള്ള ഒരു അസേർഷൻ, ഒരു ഉയിർപ്പ്, അത് നമുക്ക് എപ്പോഴും പ്രതീക്ഷിക്കാവുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ തന്നെ പറയട്ടെ, കെ സി ഗ്രൂപ്പിന് ഇന്നലെയും ഒക്കെ ഉണ്ടായിരുന്ന ഒരു ആത്മവിശ്വാസം ഇന്നില്ല എന്നുള്ളതാണ്. അതേസമയം വി ഡി സതീശൻ ക്യാമ്പ് വളരെ സജീവമാണ്. അദ്ദേഹത്തിൻ്റെ ആലുവ ദേശത്തെ വീട്ടിലേക്ക് നിരവധി പ്രവർത്തകർ വന്നുകൊണ്ടിരിക്കുന്നു. അവിടെ പ്രധാനപ്പെട്ട അദ്ദേഹത്തിൻ്റെ അനുയായികളിൽ ചിലരെങ്കിലും അദ്ദേഹം വിളിച്ചു വരുത്തുകയും ചിലർ അവിടെ ഉച്ച മുതൽ തന്നെ തുടരുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. 5:30 ശേഷം നടക്കുന്ന ഈ ചർച്ചയിൽ അനുകൂലമായ ഒരു തീരുമാനമുണ്ടാകുമെന്ന് തന്നെയാണ് കെ സി ക്യാമ്പ് പ്രതീക്ഷിക്കുന്നത്. അപ്പോഴും രമേശ് ചെന്നിത്തലയുടെയും അതുപോലെ തന്നെ കെ സി ക്യാമ്പിലുമുള്ള ചില ആളുകൾ അവസാന നിമിഷവും ആത്മവിശ്വാസം നിലനിർത്തുന്നു എന്നുള്ളത് നമ്മൾ തള്ളിക്കളയുന്നില്ല. പക്ഷേ അതിനകത്തുനിന്ന് വരുന്ന അവരുടെ പ്രധാനപ്പെട്ട നേതാക്കളിൽ നടത്തുന്ന ആശയവിനിമയങ്ങളിൽ മനസ്സിലാകുന്നത് എന്തോ വി ഡിക്ക് അനുകൂലമായി സംഭവിക്കാൻ പോകുന്നു എന്നൊരു പ്രതീതിയാണ് പൊതുവെ പുറത്തുള്ളത്. ആരാണ് മുഖ്യമന്ത്രി എന്ന കാര്യത്തിൽ ഔദ്യോഗിക പ്രഖ്യാപനം ഇനിയും നമ്മൾ കാത്തിരിക്കണം. അപ്പോഴും സാധ്യതാ ചർച്ചകൾ, ഊഹാപോഹങ്ങൾ അതെല്ലാം തുടരുകയാണ്. വി ഡി സതീശനെ സംബന്ധിച്ച് അദ്ദേഹം മുഖ്യമന്ത്രി ആയില്ലെങ്കിൽ മന്ത്രിസഭയ്ക്ക് പുറത്തു നിന്ന് സർക്കാരിനെയും അതുപോലെ തന്നെ പാർട്ടിയെയും സമ്മർദ്ദത്തിലാക്കുമെന്നൊരു ആശങ്ക പൊതുവെ നിലനിൽക്കുന്നുണ്ട്. അതൊന്നും പരിഹരിക്കാനുള്ള ഏതെങ്കിലും തരത്തിലുള്ള നീക്കങ്ങൾ ഹൈക്കമാൻഡ് ഇതിനകം നടത്തിയതായി അറിവില്ല. കെ സി വേണുഗോപാലിനെ സംബന്ധിച്ച് വളരെ എളുപ്പത്തിൽ അദ്ദേഹത്തിൻ്റെ പേര് ഹൈക്കമാൻഡിന് തീരുമാനിച്ച് അവസാനിപ്പിക്കാവുന്നതേ ഉള്ളൂ. അത് എളുപ്പത്തിൽ തീരുമാനിക്കാനാവാത്ത സാഹചര്യം രൂപപ്പെട്ടതുകൊണ്ട് തന്നെയാണ് ഇത് ഇത്രയും വൈകിപ്പോയത്. വി ഡി സതീശൻ എന്നത് വളരെ രണ്ടാമത്തെ സാധ്യതയായി, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതിയോഗിയായി ഉയർന്നു വന്ന ഒരു ഘട്ടത്തിലാണ് വീണ്ടും ചർച്ചകൾ നടത്തേണ്ടി വരികയും, നമുക്കറിയാം KPCCയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ കൂടിയായ ഷാഫി പറമ്പിൽ, അതുപോലെ തന്നെ AP അനിൽകുമാർ, PC വിശ്വനാഥ്, ഇവർ MLA മാർ കൂടിയാണ്. ഇവരുടെ അഭിപ്രായം നേരത്തെ തന്നെ കേരളത്തിൽ വന്ന് AICCയുടെ പ്രധാനപ്പെട്ട നിരീക്ഷകർ ശേഖരിച്ച് പോയതാണ്. എന്നിട്ടും അവരെ വീണ്ടും ഡൽഹിയിലേക്ക് വിളിപ്പിക്കുകയും അവരുടെ അഭിപ്രായം തേടുകയും എല്ലാം ചെയ്തത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എത്തരത്തിൽ കെ സി വേണുഗോപാൽ എന്നൊരു പേരിലേക്ക് കാര്യങ്ങൾ എത്തിക്കാമെന്നുള്ളത് ഹൈക്കമാൻഡിൻ്റെ ഒരു ആലോചനയായി പലരും നിരീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കെ സി വേണുഗോപാൽ ഹൈക്കമാൻഡിൻ്റെ ഒരു സ്വാഭാവിക ചോയ്സായി വരികയും വി ഡി സതീശൻ എന്നുള്ളത് ജനങ്ങളുടെ ചോയ്സായി വരികയും ചെയ്ത ഒരു ഘട്ടത്തിലുണ്ടായ ഒരു സംഘർഷമാണിത്. അതൊരു പക്ഷേ ഒരു പരിണതിയിലേക്ക്, അവസാനത്തിലേക്ക് നീങ്ങുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം മുസ്ലിം ലീഗിൻ്റെ ഒരു ഉന്നതാധികാര സമിതി യോഗം ചേർന്ന ശേഷവും അവരുടെ നിലപാടിൽ മാറ്റം കാണുന്നില്ല. ഏതെങ്കിലും തരത്തിലുള്ള സമവായത്തിന് മുസ്ലിം ലീഗ് വഴങ്ങുന്ന ലക്ഷണവുമില്ല. പല തരത്തിലുള്ള മധ്യസ്ഥരുമായി AICCയുടെ പ്രധാനപ്പെട്ട ചിലർ തന്നെ രംഗത്തിറങ്ങിയിട്ടും മുസ്ലിം ലീഗ് അതിന് വഴങ്ങിയില്ല. അത്തരമൊരു ഘട്ടത്തിൽ ഇനി റിസ്ക് എടുക്കാൻ കഴിയില്ല എന്നൊരു നിലപാട് മുതിർന്ന ചില നേതാക്കളെങ്കിലും എടുത്തു എന്ന് വേണം കരുതാൻ. എന്തായാലും തീരുമാനം എന്താണെന്ന് നമുക്ക് പ്രവചിക്കാൻ സാധ്യമല്ല. എന്തായാലും വി ഡി ക്യാമ്പിൽ ഈ സാഹചര്യങ്ങളുടെ ഒരു വിലയിരുത്തലിന് ശേഷം അവർ അല്പം കൂടി ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത് കാണാവുന്നതാണ്. യെസ്, ഷുക്കൂറാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത് കൊച്ചിയിൽ നിന്ന്.